ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ഡിസിഷൻ ഫറ്റീഗ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ പല പല കാര്യങ്ങളും ഡിസിഷൻസ് എടുക്കേണ്ടി വരും അല്ലേ. 3 നേരത്തെ മെനു എന്താണ്, ഇന്ന് ഏത് ഡ്രസ്സ് ഇടും, നാളെ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ പല 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 ഡിസിഷൻസ്, ചെറുത് മുതൽ വലുത് വരെ നമുക്ക് പല പല ഡിസിഷൻസ് നമുക്ക് മേക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ പല ഡിസിഷൻസ് നമ്മൾ സ്വയം എടുക്കേണ്ടതായിട്ട് വരുന്നത് വഴി നമ്മുടെ എനർജി ഡ്രെയിൻഡ് ഔട്ട് ആവാനും അതുവഴി നമുക്ക് ഭയങ്കര ഓവർ ആൻസൈറ്റി ഉണ്ടാവാനും നമ്മുടെ ഒരു സമാധാനം പോകാനും. അപ്പോൾ ഈ ഡിസിഷൻ ഫറ്റീഗ് നമുക്ക് എങ്ങനെയൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാം. ഡിസിഷൻ എടുക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഡിസിഷൻ ഫറ്റീഗ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അപ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് സിംപ്ലിഫൈ ചോയ്സസ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള മെനു നമ്മൾ പ്ലാൻ ചെയ്യുവാണ്. അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യും. തിങ്കൾ മുതൽ ഞായർ വരെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നതായിരിക്കും, ഉച്ചയ്ക്ക് ഇന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ആ ഒരു സമയം ലാഭിക്കാൻ പറ്റും. ആ ഒരു സമയത്ത് രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കണ്ട, ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ അതിനുള്ള പച്ചക്കറി ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതനുസരിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും പറ്റും. അപ്പം നമ്മൾ ചോയ്സസ് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്രയോറിറ്റൈസ് ഡിസിഷൻസ്. ഓവർ തിങ്കിങ്ങിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം, ഇമ്പോർട്ടൻ്റ് അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒഴിവാക്കുക. ഇപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി ആണ്, ഹോസ്പിറ്റലിൽ പോകണം, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ക്രിയേറ്റ് റുട്ടീൻസ്. ഏർലി മോർണിംഗ് ഉണരുന്ന ആളാണെങ്കിലും ലേറ്റ് ആയിട്ട് ഉണരുന്ന ഒരാളാണെങ്കിലും കൃത്യമായിട്ട് ഒരു സമയം, ഇത്ര മണിക്ക് ഉണരും, വിത്തിൻ 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ബെഡൊക്കെ മേക്ക് ചെയ്തിട്ട് ഞാൻ പോയിട്ട് ബ്രഷ് ചെയ്യും. പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഷവർ എടുക്കും. പിന്നെ ഞാനിങ്ങനെ കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേർക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ നിങ്ങളൊരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ മാറ്റുക. അതിന് നിങ്ങളുടെ സെൽഫ് കെയറിൻ്റെ സമയം കണ്ടെത്തുക. അങ്ങനെ ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. ബാച്ച് ഡിസിഷൻസ്. ഈ 1 by 1 ആയിട്ട് ഡിസിഷൻ എടുക്കുന്നതിന് പകരം ബാച്ച് ഡിസിഷൻസ് എടുക്കുക. അതിന് എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു വീക്കിലേക്കുള്ളത് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ളത് നിങ്ങൾ ഒരുമിച്ച് അത് പ്ലാൻ ചെയ്യുക. ഷോപ്പിംഗ് ഞാൻ ഒരുമിച്ച് ചെയ്യും. അപ്പോൾ വീക്കിലി ഉള്ള ഷോപ്പിംഗ് ഇന്ന ദിവസം, ഒരു സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ഈവനിങ് ആണ് ഞാൻ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ഒരു റുട്ടീൻ ഉണ്ടാകുമ്പം അത് ആ റുട്ടീൻ അനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ എളുപ്പമായിരിക്കും. കാരണം കൊച്ചുനാൾ തൊട്ടേ നമ്മൾ അങ്ങനെ ട്രെയിൻഡ് ആയിട്ട് വന്നവരാം. രാവിലെ ഉണരുന്നു, പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ട്യൂഷന് പോകുന്നു, അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുന്നു, പോയിട്ട് വന്നിട്ട് കുളിച്ച് വന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കളിച്ചിട്ട് ഹോംവർക്ക് ചെയ്യുന്നു. അങ്ങനെ പണ്ട് തൊട്ടേ നമ്മൾ അങ്ങനെ റുട്ടീനായിട്ട് വന്നത് കൊണ്ട് തന്നെ അത് ഫോളോ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അതുകൊണ്ടല്ലേ നമുക്ക് ഒരു ദിവസം ഓഫ് കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ടയർഡായിട്ടും അല്ലെങ്കിൽ ഭയങ്കര മടിച്ചായിട്ട് ഇരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അന്ന് നമുക്ക് ജോലിയില്ല, നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ റുട്ടീൻ തെറ്റുവാണ്. അപ്പോൾ എപ്പോഴും റുട്ടീനിൽ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ഫോളോ ചെയ്യാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടും കുറവാണ്. വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പിയർ ഗ്രൂപ്പ് അങ്ങനെയുള്ള ഒരു ഇതെല്ലാം മാറിയിട്ട് നമ്മൾ ഫാമിലിയായിട്ട് അങ്ങ് ഒതുങ്ങിക്കൂടും അല്ലേ. അതിന് പകരം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞായറാഴ്ചകളിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളോട് ഒപ്പം കളിച്ചു വളർന്ന സുഹൃത്തുക്കൾ അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് പോയി കാണുക, അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ പഴയ പോലെ ആവാനും ആ ഒരു സൺഡേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചതുപോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അടുത്ത ദിവസം നല്ല അടിപൊളിയായിട്ട് എനർജറ്റിക് ആയിട്ട് ഓഫീസിലേക്ക് ആണെങ്കിലും സ്കൂളിലേക്കാണെങ്കിലും കോളേജിലേക്കാണെങ്കിലും ജോലി സ്ഥലത്തേക്കായാലും നിങ്ങൾക്ക് പോകാൻ പറ്റും. സെറ്റ് ടൈം ലിമിറ്റ്സ്. എന്തിനാ ഈ ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഡ്രസ്സ് ഇടുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ല. കാരണം എന്താ, നിങ്ങൾക്ക് ഇത്ര ദിവസങ്ങളിൽ യൂണിഫോമാണ്. ഈ ജോലിക്ക് പോകുമ്പോഴത്തേനും അവിടെയും നമുക്ക് യൂണിഫോം ഇല്ലാത്ത സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടിക്ക് ഇടാൻ വേണ്ടി മാത്രമായിട്ട് ഒരു 5-6 ഡ്രസ്സ് മാറ്റി വയ്ക്കുക. അതിനുവേണ്ടി തിങ്ക് ചെയ്യുന്ന സമയമൊക്കെ വേസ്റ്റാണ്. എന്തിനാണ് നമ്മളൊരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇത്രയധികം ആലോചിച്ച് നമ്മൾ സമയം കണ്ടെത്തുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളൊരു സമയം കൊടുക്കുക, 5 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ്. ഈ സമയത്തിനുള്ളിൽ ഞാൻ ഡിസിഷൻ എടുക്കും. സമയം മാത്രമല്ല പോകുന്നത്, നമ്മുടെ എനർജിയും കൂടെ നഷ്ടപ്പെടുക. നമുക്കൊരു തലവേദന, ഒരു ബുദ്ധിമുട്ട്, ഒരു ശരീരത്തിൽ വല്ലാത്തൊരു ഭാരം നമുക്ക് ഫീൽ ചെയ്യും. 6ാമത്തെ സ്റ്റെപ്പാണ് ടേക്ക് ബ്രേക്സ്. എല്ലാ കാര്യത്തിനകത്തും നമുക്ക് കുറച്ച് സമയം ഒരു റെസ്റ്റിംഗ് പീരീഡ് വേണം അല്ലേ, എന്നാലേ നമുക്ക് കൂടുതൽ എനർജറ്റിക് ആയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. ഓഫുള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒരു ഷോർട്ട് നാപ്പ് എടുക്കുക. പിന്നെയും മോർ പവർഫുൾ ആയിട്ട് ഉണർന്നു കഴിയുമ്പോൾ മോർ പവർഫുൾ ആയിട്ട് ഒരു ചായക്ക് കുടിച്ച് പിന്നെയും എനർജറ്റിക് ആയിട്ട് നമുക്ക് പണിയാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ ജോലി സ്ഥലത്താണ് അങ്ങനെ ഡിസിഷൻ എടുക്കേണ്ടി വരുന്നതെങ്കിൽ കൊളീഗ്സിനടുത്ത് പറയുക, അവർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ കാര്യങ്ങളിലും കയറി നിങ്ങൾ തന്നെ ഇടപെടണമെന്നില്ല. ഇപ്പം വീട്ടിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്കുള്ള കാര്യമാണ് വീട്ടിൽ എല്ലാ കാര്യങ്ങളിലും അവരുടെ കൈയെത്തണം, എന്നാലേ അവർക്കൊരു തൃപ്തിയുള്ളൂ. വീട് തുടയ്ക്കുന്നതായാലും തൂക്കുന്നതായാലും എല്ലാ കാര്യങ്ങളിലും അവർക്ക് തന്നെ. അതുകൊണ്ട് എന്താ, അവർ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കും. ഇത് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഓഫറുകൾ അക്സെപ്റ്റ് ചെയ്യുക. ഇന്ന് നമ്മുടെ മോനാണെങ്കിൽ നമ്മുടെ കുട്ടി ഒന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു, ഉള്ളി ഒന്ന് പൊളിച്ചു തരാമെന്ന് പറഞ്ഞു,
അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ തന്നെ ചെയ്യണം, ചെയ്താലേ എനിക്ക് തൃപ്തി വരൂ എന്നുള്ളൊരു പിടിവാശിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചേക്കുക. അടുത്തൊരു സ്റ്റെപ്പാണ് ഡെലിഗേഷൻ. നമ്മുടെ ഒരു ജോലിനെ ഇങ്ങനെ കുറച്ചായിട്ട് എല്ലാവർക്കും വേണ്ടി വഴി കൊടുക്കുക. ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ A to Z കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് തലവേദന എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു സഹോദരനെ പന്തൽ നീ ആളെ റെഡിയാക്കി വേണം, അല്ല ഇപ്പം പിന്നെ ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്, അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ മിക്ക കാര്യങ്ങളും ചെയ്തോളും, എല്ലാ കാര്യങ്ങളും ചെയ്തോളും. പക്ഷെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, പന്തൽ അത് നീ ചെയ്തോണം, ഫുഡിൻ്റെ കാര്യം നീ അടുത്ത ആൾ ചെയ്തോണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പലരിൽ അവർക്ക് കൊടുക്കുക. അപ്പോൾ അവരവരെ ഓരോ കാര്യങ്ങളും ഓരോരുത്തരെ ഏൽപ്പിക്കുമ്പോൾ എന്താ, അവരങ്ങേയറ്റം ഭംഗിയായിട്ട് അത് ചെയ്തു തരും. ഒരാൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിൽക്കുമ്പോൾ അതിനകത്ത് പല പാകപ്പിഴകൾ വരും. അപ്പം അതുകൊണ്ട് പലർക്കായിട്ട് കൊടുക്കുമ്പം അതിൻ്റെ അങ്ങേയറ്റം ഭംഗിയോടുകൂടെ അവർ ചെയ്യും. കാരണം അവർക്ക് ഓവർലോഡ് കൊടുക്കുന്നില്ല. എപ്പോഴും നമുക്ക് തന്നെ ഓവർലോഡ് കൊടുക്കാണ്ടിരിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് ഓവർലോഡ് കൊടുക്കാണ്ടിരിക്കുക. നമ്മുടെ ഹസ്ബൻഡും വൈഫും രണ്ടുപേരും വർക്കിംഗ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചില വീടുകളിൽ ഏറ്റവും കൂടുതൽ പണി സ്ത്രീകളായിരിക്കും എടുക്കുന്നത്. കാരണം ആണിനെ പോലെ തന്നെ സ്ത്രീയും ജോലി എടുക്കുന്നുണ്ടായിരിക്കും. പ്ലസ് അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ, കുക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം, ക്ലീനിങ് ചെയ്യണം, പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, എല്ലാം. അപ്പോൾ കൂടുതൽ പണി അവിടെ ആയിരിക്കും. അവരുടെ ആരോഗ്യവും എനർജിയും മെൻ്റൽ ഹെൽത്തും എല്ലാം ബാധിച്ചുകൊണ്ടിരിക്കും. അതിന് പകരം ഹസ്ബൻഡും വൈഫും ഒന്ന് പരസ്പരം സംസാരിച്ചിട്ട്, ഇപ്പം എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അത് മറ്റേ ആൾ, അപ്പോൾ അങ്ങനെ ഒന്ന് ഡെലിഗേറ്റ്, ഇതെനിക്ക് പറ്റത്തില്ല, ഞാൻ ഇത്രയും ചെയ്തില്ലേ, അപ്പോൾ മറ്റേതൊന്ന് ചെയ്തേക്കാവോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹെൽപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ നമ്മൾ കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ടയേർഡ് ആവത്തില്ല. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ പപ്പയ്ക്ക് 6 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാവരും പണ്ട് തൊട്ടേ പപ്പ ജോലിക്ക് പോയി പപ്പ പൈസ കൊണ്ടുവരുമെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊന്നും പപ്പയുടെ സിസ്റ്റേഴ്സും അമ്മയും ഒക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്ത് കണ്ട് ശീലിച്ചത് തൊട്ട് എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോഴും പപ്പ ഇപ്പോൾ പോയി, ഞങ്ങളെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. പക്ഷേ എന്നാലും എല്ലാ കാര്യങ്ങളും അമ്മ ഇങ്ങനെ സ്പൂൺ ഫീഡ് പോലെ ചെയ്തു കൊടുക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളും. പപ്പയ്ക്ക് ഇങ്ങനെ പപ്പ വീട്ടിലൊന്നും ഇങ്ങനെ എന്താ പറയുന്നത്, ഒന്ന് തൂക്കുക പോലും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, ഒരു ഉള്ളി അരിയുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല പപ്പ. എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് 62-63 വയസ്സായി. കണ്ടു കഴിഞ്ഞാൽ അത്രയും പറയത്തില്ല, പക്ഷെ എന്നാലും അത്രയും വയസ്സായി, അവശയായി. കാരണം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അമ്മ തന്നെയായിരുന്നു ചെയ്യുന്നത്. പപ്പ ജോലിക്ക് പോയി പൈസ കൊണ്ടുവരുമെന്നും ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ജോലിക്കും പോവും. അതുകൂടാണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒളിനോളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അമ്മയാണ്. പിന്നെ അതുകൊണ്ട് അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അമ്മയുടെ ആരോഗ്യവും അമ്മ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഒത്തിരി. അപ്പോൾ അതുപോലെ ഇപ്പം അമ്മയുടെ കാലഘട്ടത്തിലല്ലല്ലോ നമ്മളിപ്പം. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി, എൻ്റെ അമ്മയ്ക്ക് പറ്റിയ ഫോൾട്ട് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാനും ഹസ്ബൻഡും ഞാനങ്ങനെ ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. പക്ഷെ എന്നാലും ഈക്വലി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഹസ്ബൻഡും പല കാര്യങ്ങളിലും, ഹസ്ബൻഡ് ചെയ്യാത്ത പല കാര്യങ്ങളും ഞാൻ ചെയ്യും, ഞാൻ ചെയ്യാത്ത പല കാര്യങ്ങളും ഹസ്ബൻഡും ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്മൂത്തായിട്ട് കൊണ്ടുപോകും കാര്യങ്ങൾ. അപ്പം അതും ഡിസിഷൻ ഫറ്റീഗിൻ്റെ ഒരു മെയിൻ ഒരു കാര്യമാണ്. നമ്മൾക്ക് അങ്ങനെ ഒരു പാർട്ട്ണർ, നിങ്ങൾ കല്യാണം കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അങ്ങനെ സംസാരിച്ച് അങ്ങനെ വഴക്കുണ്ടാക്കണമെന്നല്ല ഉദ്ദേശിച്ചത്, അങ്ങനെ ഒരു ഡീലിങ്സിൽ പോവുക. നിങ്ങളൊരു ഹസ്ബൻഡാണ് കാണുന്നതെങ്കിൽ വൈഫിനെ അങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. വൈഫാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഹസ്ബൻഡിനെ അങ്ങനെ ഒരു അവർക്കും ഒരു റിലാക്സേഷൻ ടൈം കൊടുക്കുക. ഞാൻ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ഡ്യൂട്ടിക്കാണെങ്കിൽ എല്ലാം ഞാൻ പോകുന്നത് കൊണ്ട് തന്നെ ഹസ്ബൻഡ് പല കാര്യങ്ങളിലും, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ കാര്യത്തിനും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻ്റെ കൂട്ടത്തിൽ തന്നെ ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാ കാര്യത്തിലും ഈവൻ ഡ്രൈവ് ചെയ്യാൻ പോലും അറിയത്തില്ല, ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ തന്നെ ഹസ്ബൻഡ് കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുവരണം, എല്ലാ കാര്യങ്ങളും കുക്ക് ചെയ്യണം, കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരണം, എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് ചെയ്യുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന വൈഫന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും അത് അവരുടെ കാര്യത്തിൽ അവർക്ക് വിഷമമില്ലായിരിക്കും. കാരണം ആണുങ്ങൾ കുറേയൊക്കെ ആക്റ്റീവായിട്ട് അവർ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവർക്കങ്ങനെ വിഷമമില്ലായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് അവർ ചിന്തിക്കുമോ എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിലാണല്ലോ എന്ന് പരാതി പറയുന്ന ഹസ്ബൻഡുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. തിരിച്ച് വൈഫുമാരാണെങ്കിലും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വൈഫുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണത്തിൽ പോവുക. അപ്പം ഒരാൾ അങ്ങ് വേഗം അസുഖങ്ങളും ഒക്കെ വന്ന് അവരെ മെൻ്റൽ ഹെൽത്തും എല്ലാം ബാധിച്ച് അവരിങ്ങനെ അവശയായി പോകുന്നതിനേക്കാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. അപ്പോൾ നമ്മളൊന്ന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഓഫീസ് സ്ഥലങ്ങളിൽ നമ്മുടെ കൊളീഗ്സിനിടയ്ക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മുടെ വർക്കിനെ ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കുറച്ചായിട്ട് നമ്മുടെ കുട്ടികൾ വലുതായി വരുമല്ലേ. അപ്പോൾ ഈ കുട്ടികളെ കൊണ്ടും അവരെ കൊണ്ടും കുറച്ച് അല്ലെങ്കിൽ അവരും വിചാരിക്കുക അവരും നാളെ ഇതേ നമ്മളെപ്പോലെ തന്നെ പല രാജ്യങ്ങളിൽ പോയി ഒറ്റയ്ക്ക് പഠിക്കാനും ജീവിക്കാനും ഒക്കെ തുടങ്ങാൻ പോകുന്ന കുട്ടികളാണ്. അപ്പം
എൻ്റെ മോനിപ്പോൾ 10 വയസ്സ് കഴിയും. അപ്പോൾ അവനെ കൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഉള്ളിയൊക്കെ പൊളിക്കും. അരിക്കത്തിലായിരുന്നു ഞാൻ ആദ്യമൊന്നും, പക്ഷേ ഇപ്പം റീസെൻ്റായിട്ട് അരിഞ്ഞു വരും. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് അരിയാൻ വേണ്ടി. അപ്പം ഞാൻ നോക്കി നിൽക്കും, എൻ്റെ ഒരു സൂപ്പർവിഷനിൽ അവൻ ഉള്ളിയൊക്കെ അരിയും. പിന്നെ ചില സമയത്ത് ഞാൻ പറയും കേട്ടോ അവിടേക്ക് ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്തിടാൻ. കാരണം അവൻ തന്നെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് സിറ്റിംഗ് റൂമിൽ TV ഇരിക്കുന്നതിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കി ഇടുമ്പോൾ ഞാൻ അവിടെ തൂത്തിടാനൊക്കെ ഞാൻ പറയും. പിന്നെ ഇളയ കുട്ടിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ അവിടെ പറക്കിയിടുമ്പോൾ ഞാൻ അവനോട് പറയും അതൊക്കെ പറക്കി വയ്ക്കുക. എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ തലയിൽ തന്നൊന്നുമില്ല. നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ചായിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക. തുണി എപ്പോൾ വാഷ് ചെയ്താലും എനിക്കത് പറ്റുമെങ്കിൽ പോലും അവൻ TV കാണുന്നുണ്ടെങ്കിൽ അവനെ വിളിച്ച് ഞാൻ പറയും ബക്കറ്റിനകത്തോട്ട് തുണി വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തിടാൻ വേണ്ടി ഞാൻ പറയും. വിരിക്കുന്നതൊക്കെ ഞാൻ തന്നെ വിരിക്കും, പക്ഷെ ഞാൻ അവനോട് പറയും കേട്ടോ. അങ്ങനെ അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യും. അവസാനം ഇരുന്ന് പരാതിയും പറയും, എൻ്റെ ആവശ്യമില്ല. ഏറ്റവും ലാസ്റ്റത്തെ പോയിൻ്റാണ് റെഡ്യൂസ് അൺനെസസറി കമ്മിറ്റ്മെൻറ്റ്സ്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിയാമെങ്കിലും നോ പറയാൻ പറ്റാത്തത് കൊണ്ട് അത് ചെയ്യും. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നമ്മളത് ചെയ്യാൻ പറഞ്ഞ ആളെ പ്രാവിക്കൊണ്ട് നമ്മളത് ചെയ്യും. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് പറയുക എനിക്കത് പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം, ഇന്ന സമയത്തിനുള്ളിൽ തീർത്താൽ മതിയെങ്കിൽ തീർത്ത് തരാം, അല്ലെങ്കിൽ ഇന്നത്തേക്കാണെങ്കിൽ പറ്റത്തില്ല എന്ന് തന്നെ പറയുക. അതിപ്പോൾ ആരെടുത്താണെങ്കിലും, ഏറ്റവും കൂടുതൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും എല്ലാം അൺനെസസറി ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഏറ്റെടുത്ത് നമ്മളെ തന്നെ പ്രശ്നത്തിലാക്കാണ്ടിരിക്കുക. പിന്നെ ഞാനത് ഏറ്റുപോയല്ലോ, പിന്നെ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും, അടുത്ത കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. അതും ഒരു ഡിസിഷനാണ്. അടുത്ത ഡിസിഷൻസ് മേക്ക് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ എനർജീനെ ഡ്രെയിൻഡ് ഔട്ട് ആക്കാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട, ഇത് തന്നെ മതി. അപ്പോൾ അതുകൊണ്ട് അൺനെസസറി ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഒഴിവാക്കുക. അപ്പോൾ ഈ 8 പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത് ഡിസിഷൻ ഫറ്റീഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. ആസ് എ മിനിമലിസ്റ്റ് ഈ ഡിസിഷൻ ഫറ്റീഗ് നമ്മളെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഡിസിഷൻ ഫറ്റീഗ് നമ്മളെ മിനിമലിസത്തിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയും നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.